അപ്പൊ നമ്മൾ അബുവൈദ്യര റോഡിൽ നിന്ന് കറങ്ങി കയറി കേട്ടോ. നമ്മൾ അബുവൈദ്യര റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നത്. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഇതിനു മുമ്പ് ഞാൻ 3 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാര്യം ദമാമേന്ന് നമ്മൾ അൽക്കുടിയാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുകയാണ്. അപ്പൊ ദമാമേന്ന് അബുവൈദ്യര എടുത്ത് പിന്നെ നമ്മൾ മുമ്പോട്ട് വന്നു. ആ കാര്യങ്ങളെല്ലാം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ആ അബുവൈദ്യരിയ ചെക്ക് പോയിന്റ് ഉണ്ടല്ലോ, ചെക്ക് പോയിന്റ് അവിടെ ആ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കൂടെ വലത്ത് കറങ്ങി കയറി പിന്നെ നേരെ ഇത് പിന്നെ ഡബിൾ ട്രാക്കാണ്. കുറച്ച് കിലോമീറ്റർ ഉണ്ട്. ഇത് നേരെ നാഴിയ അൽനാരിയ പിന്നെ ആറാറ് അങ്ങനെയുള്ള ബോർഡൊക്കെ നമുക്കിവിടെ കാണാം. ഇതുവഴിയാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ ഏകദേശം 200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇവിടെ വരെ ദമാമിന്ന് ഇവിടെ വരെ 200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. ഈ റോഡിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇതിലെ കൂടെ പോകുന്നത്. കാരണം നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ബോർഡൊക്കെ കാണാം. അൽ കുരിയാത്ത് ഇനിയും 1261 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് സംസാരിച്ചു. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെ പറയാറുണ്ട് കമന്റിലൂടെ, അവിടെ എന്തോ മൈലേജ് നോക്കാനാ സൗദി അറേബ്യയിലൊക്കെ ഡീസലൊക്കെ വിലക്കുറവില്ലയോ, പിന്നെ നിങ്ങൾ എന്തോ ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ പലരും പറയുന്നുണ്ട്. ഇവിടെ അതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഡീസലിനൊക്കെ വിലക്കുറവുണ്ടായിരുന്നു. കമ്പനിക്കാരും ആരും ഡീസലിനൊന്നും കുറിച്ച് നോക്കത്തില്ലായിരുന്നു. പെട്രോൾ ബങ്കിലേക്ക് പോയി ഡീസൽ അടിച്ചങ്ങ് ഓടിക്കുകയായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴൊക്കെ അങ്ങനല്ല. ഇപ്പോഴൊക്കെ എല്ലാ കമ്പനിയും കാൽക്കുലേഷൻ ചെയ്താണ് ഡീസലൊക്കെ അവർ തരുന്നത്. അവർക്കും അറിയാം ഡീസലിൻ്റെയൊക്കെ വില കൂടി. അപ്പോൾ അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചും കണ്ടും അവർ എല്ലാം അളന്നാണ് ഇപ്പോൾ ഡീസലൊക്കെ തരുന്നത്. അതുപോലെ ഡീസലിന് പൈസയൊക്കെ തരുന്നത്. പഴയതുപോലെ അല്ല. അതുകൊണ്ട് നമ്മൾ മൈലേജും കാര്യങ്ങളും ശരിയായിട്ടൊക്കെ ഓടിച്ച് 10 പൈസയൊക്കെ മിച്ചം പിടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഡീസൽ അടിച്ച് ഊപ്പാട് വരും. കൈ വരുന്ന പൈസ, ട്രിപ്പിൻ്റെ പൈസ മൊത്തം ഡീസൽ അടിക്കാനേ കാണത്തുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോയിലൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത കാര്യം ഞാനിതീ പറയുന്നത്, ചില ഇരിപ്പൻ ലോഡുകളുണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റി വെച്ചാൽ അവിടെ അങ്ങ് ഇരിക്കും. ഇതുപോലെ കണ്ടെയ്നർ 20ൻ്റെ കണ്ടെയ്നറൊക്കെ ഉണ്ടല്ലോ, ലോഡും കണ്ടെയ്നർ, അതൊക്കെ കയറ്റി വെച്ചാൽ വണ്ടി അനങ്ങത്തില്ല, ഇങ്ങനെ അങ്ങ് ഇരിക്കും. പിന്നെ കാറ്റും പിടിച്ച് പിന്നെ വണ്ടി നീങ്ങത്തുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ മൈലേജ് കുറയും കേട്ടോ. അതുപോലെ ഈ പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ, പഞ്ചസാരയുടെയൊക്കെ ഈ വലിയ ചാക്ക് കെട്ടൊക്കെ, അതുപോലെ സിമെൻറ്റ് ചാക്ക് കെട്ട്, മണ്ണ് ചാക്ക് കെട്ട്, ഇതൊക്കെ സത്തയുടെ പുറത്ത് എടുത്ത് വെച്ചാൽ അവിടെ അങ്ങ് ഇരിക്കും. വണ്ടി ഞെങ്ങിയാ ഓടുന്നത്. പിന്നെ കാറ്റിലുണ്ടെങ്കിൽ പറയണ്ട. അപ്പോൾ കാറ്റുള്ള സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുന്നത് കണ്ടെയ്നർ ആയിക്കോട്ടെ, സിത്താര ആയിക്കോട്ടെ, ഏത് ലോഡും ആയിക്കോട്ടെ, ഈ സിത്താരയിലും കണ്ടെയ്നറിലൊക്കെ നല്ലവണ്ണം കാറ്റ് പിടിക്കും. അപ്പോൾ കാറ്റ് പിടിക്കുമ്പോൾ മൈലേജ് കുറയും. അതുകൂടെ നീ പറയട്ടെ. പിന്നെ കയറ്റം, എല്ലാ റോഡ് കൂടുതൽ കയറ്റമൊക്കെ ആണെങ്കിൽ ഓടുമ്പുറത്തും മൈലേജ് കിട്ടത്തില്ല കേട്ടോ, തീരെ കുറവായിരിക്കും. അതുകൊണ്ട് അതൊരു പ്രധാന കാരണമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹൈവേയിൽ ക്രൂസൊക്കെ ഇട്ടുകൊണ്ട് ലെവൽ റോഡിൽ പോയാൽ നമുക്ക് പൊതുവെ മൈലേജ് എടുക്കാം. പിന്നെ മൈലേജ് ശരിയായിട്ട് എടുക്കണമെങ്കിൽ ക്രൂസിലിട്ട് നമ്മളൊരു 75 മേപ്പോട്ട് ഓടിക്കരുത്. ഒരു 75, 77, അല്ല ചിലരൊക്കെ 80 പോകാറുണ്ട്, കുഴപ്പമില്ല. 80 മേപ്പോട്ട് പോയ ട്രക്കുകളിൽ മൈലേജ് കുറയും. ഇനി എത്ര നിങ്ങളുടെ നല്ല മൈലേജ് വരുന്ന വണ്ടിയാണെങ്കിലും, എത്ര നല്ല വണ്ടിയാണെങ്കിലും മൈലേജ് കുറേ 80 മേപ്പോട്ട്, 90, 85, 90, 100, 110, 120 അങ്ങനെയൊക്കെ നല്ല എക്സ്പ്രസ് വണ്ടികളൊക്കെ ഉണ്ടല്ലോ, കത്തിച്ചു പോകുന്ന വണ്ടികൾക്ക് മൈലേജ് കുറവാണ്. അപ്പോൾ നമുക്ക് ശരാശരി ആവറേജ് എടുക്കണമെങ്കിൽ ഒരു 75 വെക്കുക വണ്ടി. 75, 76, 77, അല്ലെങ്കിൽ 70. ലോഡ് കുറവാണെങ്കിൽ 70. അപ്പോൾ ലോഡ് കൂടുതലാണെങ്കിൽ നമുക്ക് 70-ലൊന്നും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം മിക്കവാറുള്ള വണ്ടിക്ക് 12 ഗിയറുണ്ട്, ചില വണ്ടിക്ക് 16 ഗിയറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരു RPM ശരാശരി ഒരു 1200 RPM എങ്കിലും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ വെക്കണം. എന്നാലേ ലോഡും പുറത്തൊരു സുഖമുള്ള ഹൈവേയിൽ 1100, 1200 RPM-ലൊക്കെ പോയാൽ ഒരു കുഴപ്പമില്ല, അത്യാവശ്യം മൈലേജ് എടുക്കാം. പിന്നെ അങ്ങോട്ട് കത്തിച്ച് വിട്ടാൽ മൈലേജ് കുറയും. അപ്പോൾ മൈലേജ് കുറയുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഓടിക്കുന്നതിൻ്റെ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കണേ. നല്ല ഓവർ സ്പീഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ മൈലേജ് കുറയും. ഒരു 75 വെച്ച് ഓടിച്ചാൽ
നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ ശരിയായിട്ട് മൈലേജ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. ഇറ്റ്സ് സപ്പോർട്ടിങ് മീ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. വീഡിയോ ഒത്തിരി ഞാൻ ലെങ്ത് ആകുന്നില്ല. അതാണ്ട് ഇനി 860 കിലോമീറ്റർ, ഹാഫ് ആൽബത്തേൻ 290 കിലോമീറ്റർ. അപ്പോൾ ആയിക്കോട്ടെ.